ഇന്ന് മീൻ വാങ്ങാൻ പോയപ്പോഴുണ്ടല്ലോ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. പക്ഷേ വാങ്ങാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ രുചി ആലോചിച്ചപ്പോൾ ഉണ്ടല്ലോ വാങ്ങാണ്ടിരിക്കാനും തോന്നിയില്ല കേട്ടോ. ദാ ഈ ഇരിക്കുന്ന ഐറ്റം കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങാൻ മടിച്ച ആ ഒരു സംഭവം. ഇതിനെ നമ്മളിവിടെ മുള്ളിനന്തലെന്ന് പറയും കേട്ടോ. നന്തലെന്ന് വെറുതെയും പറയും. പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറയാണ്ടിരിക്കാൻ ഒരു രക്ഷയില്ല. നന്നാക്കി എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മളിത് വാങ്ങാനായിട്ട് മടിക്കുന്നത്. നമ്മളെന്ന് ഉദ്ദേശിച്ച ഞാനാണ് കേട്ടോ. എനിക്ക് വാങ്ങാൻ ഭയങ്കര മടിയാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ജോലി കഴിഞ്ഞ് വരുന്ന അവസരങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒട്ടും വാങ്ങാറില്ല. കാരണം പകൽ മുഴുവനും കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നിട്ട് വൈകുന്നേരം പിന്നെ വന്ന് ഇതും കൊണ്ടിരിക്കലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മെനക്കേറുള്ള പണിയൊക്കെയാണ്. വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇരുന്നോ നിന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണ്. ഞാൻ എൻ്റെ കൊതി കൊണ്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഒരാളും കൂടെ ഷെയർ ചെയ്ത് മുറിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൃത്തിയാക്കിയത് ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ. കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് പോയി വെട്ടി, കുറച്ച് അമ്മ വെട്ടി. ഇത് ഇതാ ഇത്തിരി പാടാണ് വെട്ടിയെടുക്കാനൊക്കെ ആയിട്ട്. ആ വാലിൻ്റെ അറ്റം ഇങ്ങനെ തലകീഴായിട്ടൊക്കെ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള ചിറകൊക്കെ മുറിച്ചിട്ട് കയ്യിൽ നിന്ന് മിക്കവാറും ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തെന്നി പോകും കേട്ടോ. അങ്ങനെ നമ്മളിത് വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണേ. അങ്ങനെ വളരെ പാടുപെട്ട് കുറേ സമയമെടുത്ത് ഞാനും എൻ്റെ മാതാശ്രീയും കൂടി വൃത്തിയാക്കി എടുത്ത സാധനമാണ് ഇതാ ഈ ഒരു ചട്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത് 100 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പൊരിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത് തോരനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ചുവന്നുള്ളി നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാന്താരി മുളകുണ്ട്. ഈ കാന്താരിയാണ് നമ്മുടെ ഇതിലെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ നമ്മൾ കാന്താരി മുളകും ചുവന്നുള്ളിയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തതാണ്. ഈ ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളതെല്ലാം കൂടി ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാനേ മുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ എരിക്കായിട്ട് ഈ കാന്താരി മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കാന്താരിയും കുഞ്ഞുള്ളിയും പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും ഇഞ്ചിയും തേങ്ങയും ഇത്രയും നമ്മൾ ചതച്ചു. അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ പുളി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വിരവിയെടുക്കാവേ. ഇതിങ്ങനെ വെളുത്തിരിക്കുന്നത് കാണുമ്പോൾ ഇനി എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിൽ കാഴ്ചയിൽ ഭംഗിയൊന്നുമില്ലയെന്ന് തോന്നുന്നെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല എരിവുണ്ട്. ഞാൻ നല്ല ഒരു പിടി കാന്താരി മുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഗ്യാസിൽ വേകാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ സമയത്ത് കാത്തിരിപ്പിന് ശേഷം നല്ല ചെറിയൊരു തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം മാത്രമേ ഞാനിതിൽ വെച്ചിട്ടുള്ളൂ. ഇതിന് വേവ് അധികം ഇല്ല, കുറവല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം, കാഴ്ചയിൽ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ നല്ലതായിട്ടൊക്കെ എരിക്കായിട്ട് കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിശ്ശേരിയും ഈ മീൻ തോരനുമായിരുന്നു. വെന്ത് വാങ്ങാൻ നേരത്ത് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ സമയം കഷ്ടപ്പെട്ടാൽ എന്താ നല്ല രുചിയുള്ള മീൻ തോരൻ കഴിക്കാമല്ലോ. മറ്റു മീനിനെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.